السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനസ്സിൻ്റെ സ്വസ്ഥത, മനസ്സിൻ്റെ സമാധാനം എന്നുള്ളത്. ഖൽബ് എന്ന പദം മാറി മറിയുന്നത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഖൽബ്, നമ്മുടെ ഹൃദയം, അത് ഈമാനോടുകൂടി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പല ആളുകളും ജീവിതത്തിലെ പ്രതിസന്ധികളെ അനുഭവിക്കുമ്പോൾ പറയാറുണ്ട്, ജീവിതം തന്നെ മടുത്തു. പലരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, അതാണ് പരിഹാരമെന്ന് കരുതിയ കുറേ ആളുകൾ. മനസ്സ് സമാധാനമടയാനുള്ള മാർഗങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഖവും ദുഃഖവും സമ്മിശ്രമായ ജീവിതമാണ് നമ്മുടെ ജീവിതം. പല സന്ദർഭങ്ങളിലും വല്ലാത്ത സന്തോഷം നമ്മൾ അനുഭവപ്പെടാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ അതുപോലെ തന്നെ ദുഃഖമുള്ള, മനസ്സിന് ക്ലേശമുള്ള
പിരിമുറുക്കം അനുഭവിക്കുന്ന സമയം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾ എപ്പോഴും ടെൻഷനിലാണ്, എല്ലാ സമയത്തും പ്രതിസന്ധി മാത്രം അനുഭവിക്കുന്നു എന്ന് അവനെ കണ്ടാൽ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ദുഃഖഭാരത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനസ്സിന് സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ വിചാരിക്കുക ഒന്ന് തീർന്നാൽ ഒരു സ്വസ്ഥത ലഭിക്കും എന്നുള്ളതാണ്. നല്ലൊരു വീട് നമുക്കായി കഴിഞ്ഞാൽ ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ കരുതും. വീടൊക്കെ അങ്ങോട്ട് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം റുപ്യ കടമായി. നമ്മളെ പ്രശ്നം എന്താ? കടം വീട്ടണമല്ലോ എന്നുള്ള ടെൻഷനാണ്. ആ കടം വീട്ടിങ്ങനെ വരുമ്പോഴേക്ക് മോളെ കെട്ടിക്കാനായി. ഇനി മോളെ കെട്ടിക്കേണ്ട ടെൻഷനിലാണ്. മകളെ കെട്ടിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലുള്ള ആളുകൾ ഇനിയും ബാക്കിയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷനുകൾ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ഒരു ഹലാവത്ത്, ഒരു മാധുര്യം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളോട് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന, മനസ്സിന് സ്വസ്ഥതയില്ലാതിരിക്കാൻ കാരണമാകുന്ന വഴികൾ, അതിൻ്റെ കാരണങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം, വളറബല്ലാഹു മസലൻ ഖറിയതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പട്ടണത്തെ സംബന്ധിച്ച് ഉപമയായി, ഒരു പട്ടണത്തെ ഉപമയായി പറഞ്ഞു തരുന്നു. ഒരു പട്ടണം, ആ പട്ടണത്തെ പടച്ച റബ്ബ് ഉപമിക്കാൻ. എന്താണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത? ആ പട്ടണത്തെ ഉപമിക്കുക എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിലെ നിവാസികളായ, പട്ടണത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണിത്. എന്താണ് അവരുടെ പ്രത്യേകത? ആ പട്ടണക്കാർക്കുള്ള പ്രത്യേകത, കാനത്ത് ആമിന, അവർ നല്ല നിർഭയത്വമുള്ള ഒരു പ്രദേശമാണ് അവരുടെ പട്ടണം. നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു പ്രദേശമാണ്. ആമിനൻ, അത് നിർഭയത്വമുള്ള നാടാണ്. മാത്രമല്ല മുത്മഇന്നതൻ, മുത്മഇന്ന, സമാധാനം നിറഞ്ഞു നിൽക്കുന്ന, സ്വസ്ഥതയോടുകൂടി ഉള്ള ഒരു പ്രദേശമാണ് അവരുടെ പ്രദേശം. യഅ്തിഹാ റിസ്ഖുഹാ റഗദം മിൻ കുല്ലി മകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പഠിപ്പിക്കുന്നത് കാണാം. യഅ്തിഹാ റിസ്ഖുഹാ, അവർക്കുള്ള റിസ്ഖിനെ കൊണ്ടുവരുന്നതാണ്. റഗദം മിൻ കുല്ലി മകാൻ, മറ്റു നാട്ടിലുള്ളവരൊക്കെ അവർക്കുള്ള റിസ്ഖ് എത്തിച്ചു കൊടുക്കുന്നു. റിസ്ഖ് കിട്ടുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ അവർക്ക് റിസ്ഖ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. നിങ്ങൾ അയച്ചൊക്കെ ഈ ആയത്തിൽ 3 കാര്യങ്ങൾ അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ നാട്, ആ ഖറിയത്തിന്റെ പ്രത്യേകത, 1, അത് നിർഭയത്വം ഉള്ള ഒരു നാടാണ്, ഒരു പ്രദേശമാണത്. 2, മനസ്സമാധാനമുള്ള ആളുകളാണ് ആ ഖറിയത്തിലുള്ള ആളുകൾ, ആ പ്രദേശത്തിലുള്ള ആളുകൾ മനസ്സമാധാനമുള്ളവരാണ്. 3, അവർക്ക് പട്ടിണിയില്ല, അവർക്കുള്ളതൊക്കെ തൊട്ടടുത്ത ആളുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രദേശം. ഈ 3 അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ നിഅമത്തിന്റെ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഈ 3 ഭൂമിയിൽ ജീവിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനമായും ഒരു മനുഷ്യന് കിട്ടേണ്ട 3 നിഅമത്തുകൾ അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഫക്കഫറത്ത് ബിഅൻഉമില്ലാഹ്, ഫക്കഫറത്ത്, അവർ നിഷേധികളായി അനുഗ്രഹങ്ങളോട് റബ്ബിന്റെ നന്ദി കാണിക്കേണ്ടതിന് പകരം അവർ നന്ദികേട് കാണിച്ചു. ഇതൊക്കെ കിട്ടിയവർക്ക്
നിർഭയത്വം കിട്ടി, സ്വസ്ഥത കിട്ടി, സമാധാനം അവർക്ക് കിട്ടി, അവർക്ക് ഉപജീവനം അല്ലാഹു നൽകി, എല്ലാം നൽകി. പക്ഷെ അവസാനം അവർ ചെയ്തത് ഫകഫറത്ത്, അവർ നിഷേധിച്ചു. കഫറത്ത്, അവർ നന്ദികേട് കാണിച്ചു. ബിഅൻഉമില്ല, അല്ലാഹു അവർക്ക് നൽകിയ നിഅമത്തുകളെ കൊണ്ട് അവർ എന്ത് ചെയ്തു? നന്ദികേടാണ് കാണിച്ചത്. നന്ദികേട് കാണിക്കുന്ന ആളുകളായി അവർ മാറി. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു ആ ജനത. അങ്ങനെ നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്തതെന്താ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അവർ നന്ദികേട് കാണിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജ്യക്കാർക്ക് നിർഭയത്വം നൽകിയിരുന്നു. ആ നിർഭയത്വം അതേപോലെ തന്നെ സമാധാനവും ആ രാജ്യക്കാർക്ക് ഭക്ഷണവും റബ്ബ് കൊടുത്തിരുന്നു. എന്നിട്ടും അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് ഇറക്കിക്കൊടുത്തു. എന്തിനെ? ഭയവും വിശപ്പും, ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം അല്ലാഹു അവരെ അണിയിച്ചു. അപ്പൊ എന്താ സംഭവിച്ചേ? അള്ളാഹിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അവരുടെ സ്വസ്ഥത പോയി. അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോൾ ആ ജനതയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള സ്വസ്ഥത നഷ്ടപ്പെട്ടു, നിർഭയത്വം നഷ്ടപ്പെട്ടു. ഭയവിഹുലരായി ജീവിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു ഖറിയത്തിനെ, ഒരു ജനതയെ ഉപമിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച വചനങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നന്ദി കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വദ്കുറൂനി അദ്കുറുക്കും. നമുക്കറിയാം. എന്നിട്ട് പടച്ചോൻ പറഞ്ഞത് വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ, വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. എങ്ങനെ ഇനി നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്? 5 വക്ത് നിസ്കരിക്കൽ മാത്രമല്ല നന്ദി, അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കൽ നന്ദിയുടെ ഭാഗമാണ്. ഒരു കാര്യം അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മുഅ്മിനിന് കഴിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കലാണ് നന്ദിയുടെ ഭാഗം. ഇതൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക, അള്ളാഹു വെറുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതൊക്കെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദിയുടെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചത്. ശുക്ർ പറയൽ മാത്രമല്ല, അൽഹംദുലില്ലാ എന്ന് പറച്ചിൽ മാത്രമല്ല, അതും വേണം. അതിൻ്റെ കൂടെ എന്ത് വേണം? പ്രവർത്തനത്തിലും നന്ദി പ്രകടമാകണം, അമലിലും നന്ദി പ്രകടമാകണം, ഇബാദത്തിന്റെ കാര്യത്തിൽ നന്ദി പ്രകടമാകണം. അപ്പോഴാണ് ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. നന്ദിയുള്ള ഒരടിമയായി നമ്മൾ മാറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനം നിലനിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയം. അതുകൊണ്ട് നന്ദി കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത്. പടച്ചോൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് നൽകി. നമ്മുടെ ശാരീരികമായി നമ്മുടെ ശരീരം അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഈ ജീവിതം തന്നെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. എല്ലാം അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം ഭൂമിയിൽ വിശാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡൈനിങ് ടേബിളിൽ ഭക്ഷണത്തിൻ്റെ തളികയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നമ്മളെന്താ പറയുക? ഉദ്ദേശിച്ച പോലെ ആയില്ല അല്ലേ? പറയില്ലേ നമ്മൾ? ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് ആയിട്ടില്ല എന്ന് നമ്മൾ പറയില്ലേ? ഒരു അതിഥി വന്നു വീട്ടിലേക്ക്, അത് വേണ്ട പോലെ ആയില്ല എന്ന് തോന്നാണ്. ഡൈനിങ് ടേബിളിൽ നിറച്ചു വെച്ചിട്ടും ഭക്ഷണത്തിൻ്റെ തളികകൾ നിറഞ്ഞു നിന്നിട്ടും
നമ്മുടെ ഹൃദയം ആ രൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും അള്ളാഹു തന്നത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൂർത്തടിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അതിന് ശുക്ർ പറയാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതില്ലാതായി പോകുന്നൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. പടച്ചോൻ തന്ന ആ നിഅമത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അപ്പോൾ തന്ന നിഅമത്തിന് ശുക്ർ പറയാൻ കഴിയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. രാത്രി ഉറക്കം വരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തിറങ്ങിയതാണ്. ഇറങ്ങി നടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അന്വേഷിക്കുകയാണ്. ആരും പുറത്തിറങ്ങി നടക്കാത്ത സമയത്ത്, എന്തേ അബൂബക്കറെ താങ്കൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്ന് ഉമർ ചോദിക്കുമ്പോ, രണ്ടാളുടെയും പ്രശ്നമൊന്നാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറക്കം വരുന്നില്ല അവർക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് രണ്ടുപേരും. മൂന്നാമനായി അവർ കാണുന്നത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയാണ്, റസൂലിനെ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എന്തേ റസൂലേ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള കാരണം എന്താണ് നബിയേ? എല്ലാവരും ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ പുറത്തിറങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വല്ലാഹ്, റബ്ബിനെ തന്നെയാണ് സത്യം അബൂബക്കറേ, ഉമറേ, നിങ്ങൾ എന്തൊരു കാരണം കൊണ്ടാണോ പുറത്തിറങ്ങിയത്, അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കിയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം നമുക്ക് ചരിത്രത്തിൽ കാണാം. രണ്ടാളുകളും കൂടി, മൂന്നാളുകളും കൂടി യാത്ര മുന്നോട്ട് പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചാരത്തെത്തി. അൻസാരിയായ സ്വഹാബിയുടെ ഈത്തപ്പഴത്തിന് തോട്ടത്തിന്റെ ചാരത്തെത്തിയപ്പോ, ആ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന ആ തോട്ടത്തിന്റെ ഉടമയായ ആ സ്വഹാബി റസൂലിനെ കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അന്വേഷിക്കുന്നു, എന്തേ നബിയെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ? കാര്യം പറയുന്ന സമയത്ത് മഹാനായ സ്വഹാബിയതാ, പ്രിയമുള്ളവരെ, ഒരു പൊടി ഈത്തപ്പഴം കയ്യിലെടുത്തു. അദ്ദേഹം ഈത്തപ്പഴം പറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് കൊടുത്തു. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്കും ഈത്തപ്പഴം പറിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിലേക്കും ഈത്തപ്പഴം കൊടുത്തു. സ്വഹാബികൾ രണ്ടാളുകളും ബിസ്മി ചൊല്ലി ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങി. കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഉതിർന്നു വീഴുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്തേ റസൂലേ നിങ്ങൾ കരയാനുള്ള കാരണം? ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് അള്ളാഹു ഇങ്ങനെ ഒരു അനുഗ്രഹത്തെ തന്നപ്പോ, ഈ ഒരു ഭക്ഷണം നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കിട്ടിയപ്പോ അത് കഴിക്കാതെ എന്തേ നബിയെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് അബൂബക്കറേ, ഉമറേ, അല്ലാഹു ഈ അനുഗ്രഹം തന്നല്ലോ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതിന്റെ റബ്ബിനോട് മറുപടി പറയണ്ടേ അബൂബക്കറേ? അല്ലാഹുവിനോട് കണക്ക് പറയണ്ടേ അബൂബക്കറേ? ഭക്ഷണത്തിന്റെ തളിക നിറഞ്ഞിട്ടും നമ്മൾ പറയാണ് പോരാ എന്ന്. നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയാണ് വേണ്ട പോലെ ആയിട്ടില്ല എന്ന്. കുറവുകളും കുറ്റങ്ങളുമാണ് നമ്മുടെ കൽബിലുള്ളതെങ്കിൽ മനസ്സിന്റെ പിരിമുറുക്കം മാറിക്കിട്ടുമോ പ്രിയമുള്ളവരെ? ശുക്ർ പറയാനും നന്ദി കാണിക്കാനും നമുക്ക് സാധിക്കണം. സദാസമയവും അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമകളായി മാറാൻ നമുക്ക് കഴിയണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നന്ദി എന്ന് പറഞ്ഞാൽ അത് വർത്തമാനത്തിൽ മാത്രമല്ല, നാവുകൊണ്ട് പറച്ചിൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറച്ചിൽ മാത്രമല്ല, പ്രവർത്തനത്തിൽ പ്രകടമാകണം.
ജീവിതത്തിന്റെ ശൈലിയിൽ മാറ്റം വരണം. ദൂർത്തൊഴിവാകണം, ഹറാമ് സമ്പാദിക്കുന്നത് ഒഴിവാക്കണം, ഹറാമ് കാണൽ ഒഴിവാക്കണം, ഹറാമ് കേൾക്കൽ ഒഴിവാക്കണം, ഹറാം ആസ്വദിക്കൽ ഒഴിവാക്കണം, ഹറാമായ സംഗീതത്തിന് അഡിക്റ്റാവുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണം. സിനിമകളും സീരിയലുകളും നമ്മുടെ ജീവിതത്തെ മയക്കിക്കിടത്തുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറ്റമുണ്ടാവണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ? മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഗൗരവമുള്ള വിഷയ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗം നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹമായ മഴ കൊടുത്ത ഒരു ചരിത്രം, ഒരു വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ തോട്ടത്തിൽ മാത്രം ഒരു മഴ നൽകിയ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഭവത്തെ അദ്ദേഹം വിവരിച്ചു തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നടന്നു പോവുകയാണ്. വിജനമായ ഒരു പ്രദേശത്തിലൂടെ, ആൾതാമസമില്ലാത്തൊരു പ്രദേശത്തിലൂടെ ഒരാൾ നടന്നു പോകുമ്പോ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? ആകാശത്തു നിന്നൊരു ശബ്ദം. ആ ശബ്ദത്തിന്റെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ തോട്ടത്തിൽ മഴ പെയ്യാൻ വേണ്ടി ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞ സംഭവത്തെ വിവരിക്കുകയാണ്. ആകാശത്തൊരു ശബ്ദം, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് മഴ നൽകാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ ആകാശത്തു നിന്ന് ഉതിർന്നു വീണു. മഴവെള്ളം മുതിർന്നിട്ട് ആ വ്യക്തി, പറയപ്പെട്ട ആ മഴവെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ ആ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളത്തിന്റെ പിന്നാലെ, ആ മഴ പോകുന്നതിന്റെ പിന്നാലെ ആ വ്യക്തി നടക്കുകയാണ്. ചാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോ ആ വെള്ളത്തിന്റെ പിന്നാലെ ആ പ്രദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യനതിന്റെ പിന്നാലെ പോവുകയാണ്. എടുത്ത് ചെന്ന് നോക്കുമ്പോ ആ മഴവെള്ളമതാ ഒരു വ്യക്തിയുടെ തോട്ടത്തിലേക്കാണ് പോകുന്നത്. തോട്ടത്തിലേക്കാണ് പോണത്. അപ്പോ അദ്ദേഹം പേര് ചോദിച്ചു. ഈ വ്യക്തി ആ തോട്ടത്തിന്റെ ഉടമയോട്, താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ, അത് ഇന്നാലിന്ന വ്യക്തിയുടെ മകനാണ്, എൻ്റെ പേരിന്നതാണ് എന്ന് മറുപടി കിട്ടുകയും, അപ്പോ ആകാശത്ത് നിന്ന് കേട്ട ആ പേരും ഈ പേരും രണ്ടും ഒന്നാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ഈ സംഭവം അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ കേട്ടു, നിങ്ങളുടെ പേര് കേട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ നിങ്ങളുടെ ഭാഗത്ത് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ആ വ്യക്തി വിവരിക്കുന്നതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. അതിൻ്റെ കാരണം, എൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ മുതലിനെ 3 ഭാഗമാക്കി ഞാൻ തിരിക്കും. എനിക്ക് കിട്ടുന്ന ലാഭത്തിനെ ഞാൻ 3 എണ്ണാക്കി തിരിക്കും. ഒന്ന് സ്വതക്കക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും, ഒരു വിഹിതം. മറ്റൊരു വിഹിതം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ഞങ്ങൾക്ക് വീട്ടിൽ ഭക്ഷിക്കാനും എൻ്റെ കുടുംബത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാറ്റിവെക്കും. 3ാമത്തെ വിഹിതം അടുത്ത വർഷത്തേക്ക് വിത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ആലോചിച്ച് നോക്കി, എന്താ ചെയ്തത്? ഒരു വിഹിതം സ്വതക്ക ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. അള്ളാഹിനെ അനുസരിച്ച് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിനെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിനെ വിവരിച്ചത്. ഒരു വിഷയത്തിന് സൂക്ഷ്മതയോടുകൂടി, അള്ളാഹു തന്ന നിഅമത്തിന് അത്രയും സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്ദിയുള്ള ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, തഖ്വയുണ്ടാവണം നിങ്ങൾക്ക്. അല്ലാഹു നിങ്ങൾക്ക് മനസ്സിന് വിശാലത തരണമെങ്കിൽ, മനസ്സിന് വിശാലത നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ومن يتق الله يجعل له مخرجا ومن يتق الله يجعل له مخرجا. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന് ഒരു പോംവഴി റബ്ബ് കാണിച്ചു തരും. അല്ലാഹു ഒരു പോംവഴി നൽകുമെന്നാണ്.
പടച്ച റബ്ബ് നിങ്ങളുടെ ജീവിതം തഖ്വയിലാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ ഭയന്നിട്ടാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജാ, ജീവിതത്തിനൊരു പോംവഴി റബ്ബ് കാണിച്ചു തരും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. മറ്റൊരായത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ 2-ാമത്തെ വചനമാണിത്. സൂറത്തു ത്വലാഖിലെ തന്നെ 4-ാമത്തെ വചനത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഒരു എളുപ്പം റബ്ബ് ഒരുക്കി കൊടുക്കുന്നതാണ്. ഒരു എളുപ്പം അള്ളാഹു ഒരുക്കി കൊടുക്കും. എന്തുണ്ടെങ്കിൽ തഖ്വ ജീവിതത്തിലുണ്ടെങ്കിൽ. എന്താണ് തഖ്വ? നമ്മൾ കേൾക്കാറുണ്ട്, അത്തഖ്വ ഹഉന, തഖ്വ എവിടെയാണ്? കൽബിലാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ തഖ്വയെ സ്വഹാബികൾ വ്യക്തമായി നമുക്ക് വിവരിക്കുന്നത് കാണാം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചല്ലോ, ഉമറെ, ഇങ്ങനെ നടന്നു പോണ വഴിയിൽ മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ചെരുപ്പ് ധരിക്കാത്ത കാല്, ആ കാലുകൊണ്ട് ഈ നടക്കുമ്പോൾ മുള്ളു നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെയാണ് നീ പോകുന്നതെങ്കിൽ നീ എങ്ങനെ നടക്കുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉശമ്മിസു അൻസാഖി, ഞാൻ എൻ്റെ മുണ്ടൊന്നിങ്ങനെ ഉയർത്തിപ്പിടിക്കും, എന്നിട്ട് വഅൻദുറു ഇലാ ഖദമി, ഞാൻ എൻ്റെ കാലിലേക്ക് ഞാൻ നോക്കും, എന്നിട്ട് മുള്ളില്ലാത്ത സ്ഥലം നോക്കി കാല് വെച്ച് ഞാൻ നടന്നു നീങ്ങും. ഇത് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറേ ഹിയ തഖ്വ, അതാണ് ഉമറേ തഖ്വ എന്ന് പറഞ്ഞാൽ, കാലിൽ മുള്ളുകുത്താതിരിക്കാൻ നീ കാണിക്കുന്ന സൂക്ഷ്മതയില്ലേ, അത് നാളെ പരലോകത്തെ ഓർത്തുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ നീ സൂക്ഷിക്കലാണ്. അള്ളാനെ ഭയന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ വേണം. ഫേസ്ബുക്ക് എടുത്ത് ഒരു വീഡിയോ കണ്ടു, അടുത്ത വീഡിയോ ഒന്നുകൂടെ മേലേക്ക് നീക്കി, അതിൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു സാധനം വന്ന് പിന്നെ നീക്കി, പ്രസംഗം കേൾക്കാൻ എടുത്തത്, പിന്നെ എടുത്തങ്ങനെ നീക്കിയപ്പോൾ പിന്നെ കാണുന്നതൊക്കെ എന്താ? പിന്നെ നമ്മൾ തഖ്വ മറന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ തഖ്വ നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മറിയുകയാണ്. ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അള്ളാഹു വിലക്കിയതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിന് പിരിമുറുക്കം അനുഭവപ്പെടാൻ തുടങ്ങും, മനസ്സിന് സ്വസ്ഥത ലഭിക്കുകയില്ല, സമാധാനം നേടാൻ നമുക്ക് സാധ്യമല്ല. ഹൃദയം മുഴുവനും ഹറാമുകൾ കൊണ്ട് നിറഞ്ഞു നിന്നാൽ എവിടെന്നാ സ്വസ്ഥത കിട്ടുക? അതുകൊണ്ട് തഖ്വയെ നിങ്ങൾ മുറുകെ പിടിക്കണേ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. തഖ്വ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പോംവഴി റബ്ബ് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ജീവിതത്തിൽ നല്ലൊരു നിലപാടുണ്ടാവുക എന്നുള്ളൊരു പ്രധാന വിഷയമാണ്. ഫോൺ എടുത്തിട്ട് ഹറാമ് കാണാൻ ആദ്യത്തെ പ്രസംഗം കേട്ടു, രണ്ടാമത്തത് കുഴപ്പമില്ലാത്തൊരു വാർത്തയായിരിക്കും, മൂന്നാമത്തത് അങ്ങനെ കേൾക്കണ്ട് തുടർന്ന് ഇങ്ങനെ പോണത് എന്തുകൊണ്ടാ? നമ്മുടെ നിലപാട് ശരിയാകല്ല, നിലപാട് ശരിയാക്കിയിട്ടില്ല, അതിലൊരു തീരുമാനം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ, നിലപാട് നന്നാക്കുന്നവർക്കാണ് വിജയം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തുൽ അൻഫാലിലെ 53-ാമത്തെ വചനം നമുക്ക് കാണാം. 53-ാമത്തെ സൂറത്തുൽ അൻഫാലിന്റെ 53-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ غَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يَتَغَيَّرُوا مَا بِأَنفُسِهِمْ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ 53-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ സ്വന്തം നിലപാടവൻ ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് റബ്ബ് എടുത്തു കളയും. പടച്ചോൻ നമുക്ക് ഈ നിഅമത്ത് തന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ സന്തോഷിക്കുന്നത്, അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ആ നിലപാട്, പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ആസ്വദിച്ചു കൊണ്ടിരിക്കെ നമ്മൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചും ശുക്ർ കാണിച്ചും ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആ സ്വസ്ഥത, ആ നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി തരും. ആ നിലപാടിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അള്ളാഹു അത് എടുത്തു മാറ്റും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നിലപാടുണ്ടാവുക, തെഖ്വ നിലനിർത്തുക, നന്ദി കാണിക്കുന്ന അടിമകളായി മാറുക. മനസ്സിന് സ്വസ്ഥത കിട്ടാനുള്ള വഴികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുമാത്രമല്ല, മൊത്തത്തിൽ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മൾ ഈ കാഴ്ചയും കേൾവി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം അല്ലാഹു തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തഖ്വ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും പെട്ടല്ലോ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു. നന്മയും തിന്മയും പറഞ്ഞിടത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൻ-നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹു ഖാല, നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അനിൽ ബിർരി വൽ ഇസ്മി, അനിൽ ബിർരി വൽ ഇസ്മി, നബിയേ എന്താണ് പുണ്യമെന്ന് പറഞ്ഞാൽ, വൽ ഇസ്മി പാപമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബിർറു നന്മ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖി. ഹുസ്നുൽ ഖുൽഖ് എന്താ? ഹുസ്നുൽ ഖുൽഖ് നല്ല സ്വഭാവം ഉണ്ടാവുക, അതാണ് നന്മ. സൽസ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ആളുകളോടുള്ള ഇടപഴക്കത്തിൽ, ഇടപാടുകളിൽ, എല്ലായിടത്തും സൽസ്വഭാവം ഉണ്ടാവൽ. നല്ല പുണ്യം എന്ന് പറഞ്ഞാൽ ആ സൽസ്വഭാവമാണ്. വൽ ഇസ്മു, ഇസ്മ എന്ന് പറഞ്ഞാൽ, പാപമെന്ന് പറഞ്ഞാൽ, മാ ഹാക്ക ഫീ സ്വദിരിക, നിന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പാപമെന്ന് പറയുന്നത്. വകരിഹ്ത അൻ യത്തലിഅ അലൈഹിന്നാസ്, വകരിഹ്ത നീ വെറുക്കുകയും ചെയ്യുന്നു, അൻ യത്തലിഅ അലൈഹിന്നാസ്, ജനങ്ങൾ കാണുന്നതിനെ നിന്റെ മനസ്സിൽ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ആൾക്കാർ കാണോ എന്ന് കരുതി ചെയ്യുമല്ലോ, ആ ചെയ്യുന്നതും ചെയ്തു കഴിഞ്ഞിട്ട് പടച്ചോനെ ചെയ്യണ്ടില്ലായിരുന്നു എന്ന് നിന്റെ മനസ്സിനൊരു വെറുപ്പ് തോന്നുന്നുണ്ടല്ലോ, ആ തോന്നുന്നതിനാണ് തിന്മ എന്ന് പറയുക. അതാണ് തെറ്റെന്ന് പറയാം. കള്ളത്തരത്തിൽ ചെയ്യുന്നതാണ് തിന്മ. അവിടെ ഹദീസിൽ പ്രയോഗിച്ചത് മഹാക്ക ഫീ സ്വദരിക്, നിന്റെ ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, നിന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പാപം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. വമഅന ഹാക്ക ഫീ സ്വദിരിക്, വമഅന, നോക്കൂ നിങ്ങൾ, ഹാക്ക ഫീ സ്വദിരിക എന്നതിന്റെ മഅന വിശദീകരിക്കുന്നിടത്ത് ഐ തഹറക ഫീ, അതിന്റെ പ്രത്യേകത മനസ്സിൽ വല്ലാത്ത പിന്നെ ചലനം പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക, ചെയ്ത തെറ്റിങ്ങനെ, അങ്ങനല്ലേ, ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഓർമ്മ വരും. ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നം, ആ തെറ്റിന് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരും, ആ പിന്നെ ചൊറിച്ചിൽ കുറഞ്ഞു വരും. മൂന്നാമത്തെ തവണ ചെയ്യുമ്പോൾ വീണ്ടും കുറഞ്ഞു വരും. നാലാമത്തെ തവണ ചെയ്തു, അഞ്ചാമത്തെ തവണ ചെയ്തു, ശൈത്വാൻ നമുക്കൊരു അലങ്കാരമാക്കി നമ്മുടെ കണ്ണിന് ഇങ്ങനെ കാണിച്ചു തരും. ആദ്യം സ്വകാര്യമായിട്ട് ചെയ്തേ, പിന്നെ കുടുംബം അറിയണ പോലെ ചെയ്തു, പിന്നെ സമൂഹം അറിയണ പോലെ ചെയ്തു, പിന്നെ അങ്ങാടിയിൽ ആരറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തും. ഇബ്ലീസ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ആ രൂപത്തിൽ ഇബ്ലീസ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കൊണ്ടുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മനസ്സിൽ ഒരു ചലനം ഇങ്ങനെ ഉണ്ടാവും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മനസ്സിനൊരു ചലനം ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വതറദ്ദദ, അതിങ്ങനെ ഓർമ്മയായി കൊണ്ടിരിക്കുകയും ചെയ്യും. ചെയ്തു പോയല്ലോ, ഒരു വ്യഭിചാരം തെറ്റ് ചെയ്തു പോയല്ലോ,
പലിശ വാങ്ങി, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു, വാങ്ങിയല്ലോ, ചെയ്തു പോയല്ലോ റബ്ബേ. രണ്ടാമത്തൊരു പ്രശ്നം വന്നു, വീണ്ടും വാങ്ങി, ആ കുറ്റബോധത്തിന് കുറവ് വന്നു. സഹോദരങ്ങളെ, ആ ചിന്ത ഹൃദയത്തിലേക്ക് വരലാണ് തിന്മ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, വലം യൻശരിഹ വലം യൻശരിഹ് ലഹു സദ്റു. അദ്ദേഹം വിശദീകരിക്കുന്നത് മനസ്സ് ഒരിക്കലും അതിലേക്ക് നോക്കൂ നിങ്ങൾ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് വിശാലപ്പെട്ടു വരികയില്ല. മനസ്സതിലേക്ക് എന്ത് ചെയ്യൂല? വിശാലപ്പെട്ടു വരൂല. മനസ്സിങ്ങനെ ഇടുങ്ങിയൊരവസ്ഥ മനസ്സിനുണ്ടാവും. തെറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം എന്നും ഇടുങ്ങിക്കൊണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാം, വഹസല ഫീ ഖൽബി മിൻഹു ശക്കി വഖൗഫി. അദ്ദേഹം വിശദീകരിക്കുകയാണ്, സംശയങ്ങളും പേടിയും നിരന്തരം അവനെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. തെറ്റ് ചെയ്തിട്ട് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളൊരു പേടി, മനസ്സിനൊരു സ്വസ്ഥതയേ ഉണ്ടാവില്ല, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മനസ്സ് നന്നാക്കുക, പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ ശുദ്ധീകരിക്കുക. മനസ്സ് വിശാലത ലഭിക്കാനുള്ള മാർഗങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല വഴികളിതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് നന്ദിയുള്ള അടിമകളായി മാറുക, തഖ്വ നിലനിർത്തുന്ന ആളുകളായി മാറുക, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, സുഹൃതങ്ങൾ അധികരിപ്പിക്കുക, നന്മകൾ ധാരാളമായി ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ വചനം വിവരിക്കുന്നത് കാണാം. എന്താ വിവരിക്കുന്നത്? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. ഒരു നല്ല സ്വഭാവക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദീനിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവനെന്നാണ്. എങ്ങനെ കാത്തു സൂക്ഷിക്കുക? അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 97-ൽ അല്ലാഹു പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഹയാതൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം ലഭിക്കും. ആർക്ക്? മൻ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, മിൻ ദകരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി മുഅ്മിനായിക്കൊണ്ട് നന്മ ചെയ്യുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുന്ന, നന്മകൾ അധികരിപ്പിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവർക്ക് അല്ലാഹു ഒരു ത്വയ്യിബായ ഒരു നല്ല ജീവിതം പടച്ചറബ് അവർക്ക് നൽകുന്ന. എന്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സുഹൃതങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, നിസ്കാരം നമ്മുടെ ജീവിതത്തിന് ഹയാത്ത് കിട്ടുന്ന വലിയൊരു സംഭവമാണ്. നിസ്കാരം, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ രാത്രി പുലരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമില്ലേ സഹോദരങ്ങളെ മനസ്സിന്? ഇല്ലേ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചേരം ഖുർആൻ ഓതി നമ്മൾ എണീറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമല്ലേ മനസ്സിന്? വലിയൊരു ഹലാവത്താണ് അല്ലേ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട് ഇശ വരെ നമ്മളൊന്ന് ഖുർആൻ ഓതിയാൽ അന്നൊരു ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഇല്ലേ? ആ രാത്രിയിൽ ഒന്ന് കിടന്നുറങ്ങാനൊരു സ്വസ്ഥത, ഒരു സമാധാനം, ഇന്നെന്തോ ഒരു സമാധാനം നമ്മളെ മനസ്സിലുണ്ടെന്ന് തോന്നൂലേ നമുക്ക്? ഇല്ലേ? സഹോദരങ്ങൾ, എങ്ങനെ ഓരോ നന്മകളെ എടുത്തു നോക്കി, ആ നന്മകൾക്കൊക്കെ നമ്മുടെ ഹൃദയത്തിനൊരു വെളിച്ചം ആ നന്മയിലൂടെ നമുക്ക് ലഭിക്കും. ആ സ്വസ്ഥത ലഭിക്കുന്നത് സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ മാത്രം. അതുകൊണ്ട് നന്മ അധികരിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ ഓതാതെ, നിസ്കരിക്കാതെ, ഇബാദത്തുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 24-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുന്നത് കാണാം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പരിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, സുഹൃതങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ,
വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മാറി നിന്നാൽ ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ, അവരുടെ ജീവിതം ഒരു കുടുസായ ജീവിതമാക്കി റബ്ബ് നൽകും. സഹോദരങ്ങളെ, ഇത് ദുനിയാവിൽ മാത്രമല്ല ഖബറിലും അവർക്ക് കുടുസതയാണ്. ഖബറിനെ ഞെരുക്കുമെന്ന് കാണാം. മനസ്സിന്റെ കുടുസത അവരുടെ മഈശത്തിനെ റബ്ബ് ലൻക, ഞെരുക്കമുള്ളതാക്കി കൊടുക്കും. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവൂല. പരലോകത്തെത്തുമ്പോഴും സ്വസ്ഥതയില്ല, ഖബറിൽ കിടക്കുമ്പോഴും സ്വസ്ഥതയില്ല. മനസ്സവർക്ക് കുടുസമാക്കി തീർത്തു. فإن له معيشة ضنكا ونحشره يوم القيامة أعمى, കണ്ണ് കാണാത്തവരായവർ നാളെ പരലോകത്ത് വരും. ആഖിറത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവരുടെ കാഴ്ചയുണ്ടാവില്ല. നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോടാണ് ഈ ഉപദേശം. ഖുർആനോത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോടാണ് ഈ ഉപദേശം. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വിളിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ പോലെയുള്ള പഠന സംരംഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരോടാണ് ദീനി പറയുന്നത്. ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി സമ്പത്തും സമയവും ഒക്കെ ചെലവഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോ കാരണങ്ങൾ പറഞ്ഞ് അകന്നു പോകുന്നവരോടാണ് ഈ ഉപദേശം. അള്ളാഹുവിന്റെ ദീന് ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോ ആയത്തും ഹദീസൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ നീ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വിജ്ഞാനങ്ങളെ വലിച്ചെറിയുന്നവരോടാണ് ഈ ഉപദേശം. കണ്ണ് കാണാതെ അവർ പരലോകത്ത് വരും. അപ്പൊ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ ദുനിയാവിൽ, എന്തേ നാഥാ നീ ഞങ്ങളുടെ കാഴ്ച എന്തേ എടുത്തു കളഞ്ഞത്? ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എവിടെ ഞങ്ങളുടെ കാഴ്ച? അല്ലാഹു പറയാണ്, ഖാല കദാലിക, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് കാഴ്ചയുണ്ടായിരുന്നു, നിന്റെ കാഴ്ച ഞാൻ എടുത്തു കളഞ്ഞു. കാരണം എന്താണ്? അത്തതുക ആയാതുനാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ നിന്റെ മുന്നിൽ വിവരിച്ചു തന്നിട്ടില്ലായിരുന്നോ? ആയത്തോതിത്തന്ന് ജീവിതം ശുദ്ധീകരിക്കാൻ ആയത്തുകൾ ഓതിത്തന്നിട്ട് നിന്നെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നോ? അന്ന് നീ എന്തു ചെയ്തു? അന്ന് ഫനസീതഹാ, നീ അതിനെ തള്ളിക്കളഞ്ഞു. ഖുർആൻ ക്ലാസ്സിന് വിളിച്ചപ്പോഴേ അത് കുറച്ച് കുഞ്ഞാപ്പുകൾ ഓല് നോക്കിക്കോളും, ഞമ്മക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സഹോദരങ്ങളെ, ചിന്തിക്കണം. അല്ല പറയാണ്, ആയത്ത് ഓതി തന്നപ്പോ ആയത്തുകളിൽ നിന്ന് നീ വിട്ടകന്നുപോയി. അതുകൊണ്ട് കദാലിക്കൽ യൗമ തുൻസാ, ഇന്നിതാ നിന്റെ കാഴ്ച ഞാൻ എടുത്തു കളയുകയാണ്, ഞാനും നിന്നെ അവഗണിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ല പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തു ത്വാഹയിലെ 24-ാമത്തെ വചനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അകന്നു പോകുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, പുണ്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ആളുകൾക്ക് ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ, അവർക്കൊരു കുടുസത പടച്ചോ കൊടുക്കും. മനസ്സിനൊരു സ്വസ്ഥതയേ ഉണ്ടാവില്ല. ഒരു സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്ന മനുഷ്യന്മാരില്ലേ? എപ്പോഴും ഒരു ഞെരുക്കം, എപ്പോഴും ഒരു ബുദ്ധിമുട്ട്. എന്താണാവോ? ഒരു സുഖം ഇങ്ങോട്ട് കിട്ടണില്ല. എപ്പോഴും ഒരു പരാതിയാ അല്ലേ? ചില സമയത്ത് ഭയങ്കര ദുഃഖത്തിലാണ്ട് കിടക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുക. ജീവിതം ശുദ്ധീകരിക്കലാണ് ജീവിതത്തിൻ്റെ സ്വസ്ഥത ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ജീവിതം നന്നാക്കലാണ്. ഇബാദത്തും ഹറാമുകൾ ഒഴിവാക്കിയും ദിക്റുകളും ദുആകളൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോവാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാരണം, ജീവിതം ഒരു ഹയാത്ത് ലഭിക്കണമെങ്കിൽ, മനസ്സിനൊരു സമാധാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദിക്റുള്ളയുടെ ആളുകളാവണം. ദിക്റുള്ള, നിരന്തരം അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന ആളുകൾ, അദ്കാറുകൾ ജീവിതത്തിൽ നിലനിർത്തുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ദിക്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നിത്യേനയുള്ള ദുആകൾ, ഇതൊക്കെ ജീവിതത്തിൽ ഒന്ന് പുലർത്തിക്കൊണ്ട് നോക്കി, വലിയൊരു മാറ്റം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രകടമാകും, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രകടമാകും. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. സൂറത്തുർ റഅദ് 13-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ,
വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ മനസ്സിനെ സമാധാനം കണ്ടെത്താൻ വേണ്ടി ശാന്ത മനസ്സുകൾ ശാന്തമാക്കി തീർത്തവരെ, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളാണ്, അതിനെ നിങ്ങൾ അറിയണം. തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തത ലഭിക്കാനുള്ള, മനസ്സിന് സമാധാനം കണ്ടെത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് ദിക്റുകളിലൂടെയാണ്, ദുആകളിലൂടെയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഉണ്ട്? എണ്ണി തിട്ടപ്പെടുത്താനാവോ? കഴിയില്ല. ഇതൊക്കെ തന്ന റബ്ബ് നമ്മളോട് പഠിപ്പിച്ച വാചകമാണ്, നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? ദിക്റുകളും ദുആകളും ജീവിതത്തിൽ വർദ്ധിപ്പിക്കാം, അല്ലേ? ചില ആൾക്കാരുണ്ട് സിഗരറ്റ് വലിക്കണ ആൾക്കാർ, സിഗരറ്റ് വലിക്കണേ, അവരോട് എന്തിനാ വലിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ വരുമ്പോഴാണ് രണ്ടെണ്ണം ഏറെ വലിക്കുക, അങ്ങനെ പറയുന്ന ആൾക്കാർ, അല്ലേ? കള്ളുടിക്കുക, എന്തിനാ? ആ മത്ത് പിടിച്ച് മാലിലായി കിടക്കണ സമയത്ത് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, ഏത് കിടത്താന്ന് നിങ്ങൾ? കാട്ടായി കുടിച്ചിട്ട് ഓകുചാലിൽ മുഖം കുത്തി വീണിട്ട് നായി വന്ന് മൂത്രമൊഴിക്കുക, അപ്പുണ്ടാകണ ഒരു സ്വസ്ഥത അല്ലേ? ആ സ്വസ്ഥതയാണ് ജീവിതത്തിൽ സമാധാനം എന്ന് മനസ്സിലാക്കിയ മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര ഗൗരവ! അള്ളാഹു നമ്മളൊക്കെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ, അത്തരം അപകടങ്ങളിൽ നിന്ന്. ലഹരിയുടെ ലോകത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, ലഹരിയുടെ ലോകത്ത്. ഞാൻ തൃശ്ശൂരിലൊരു വ്യക്തി, ദീനിൻ്റെ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നൊരു വ്യക്തി, ചുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പാട് കണ്ടപ്പോൾ ചോദിച്ചു, എന്തത്? നമുക്കൊരു ചിരിച്ച്, അതൊരു ഹറാമായിട്ട് തോന്നിയിട്ടില്ല. 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, പള്ളിക്ക് വന്നിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മാറണ്ടേ? മാറ്റങ്ങൾ വേണ്ടേ? സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുക മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതൊന്നുമല്ല ജീവിതത്തിൻ്റെ സ്വസ്ഥതയുടെ വഴി. പ്രശ്നം മാറാൻ വേണ്ടി ഉസ്താദിനെ പോയി കണ്ടു, അങ്ങനെ വേറെ കുറേ ആൾക്കാർ ജീവിതത്തിലെ പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് മൊലയെടുത്ത് പോയി. മൊലയൊരു കുപ്പിയിൽ ഒന്ന് മന്ത്രിച്ചു, വെള്ളം ഒരു കുപ്പിയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഇത് വരൻ്റെ അട്ടത്ത് കെട്ടിത്തൂക്കാൻ വേണ്ടി ഒരു നിർദ്ദേശവും കൊടുത്തു. അത് വന്ന് കെട്ടിത്തൂക്കിയപ്പോൾ എന്തോ ഒരു സമാധാനം വീട്ടിലുണ്ട് എന്ന് തോന്നിപ്പോകുന്ന ഇബിലീസ് തോന്നിപ്പിച്ചു പോയ സന്ദർഭം ഉണ്ടാവും. ഐക്കല്ല് കെട്ടിയാൽ തീരുമെൻ്റെ പ്രശ്നം, ചരട് കെട്ടിയാൽ തീരുമെൻ്റെ പ്രശ്നം എന്ന് വിചാരിക്കുന്നവർ ഷിർക്കിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോവുക. നമ്മളെ ഷിർക്കിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോവുക. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതൊന്നുമല്ല സമാധാനത്തിന്റെ വഴി. സ്വസ്ഥതയുടെ വഴി എന്താണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ, സ്മരണകളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, സ്വസ്ഥത നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 41-42 വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഇദ്കുറുല്ലാഹ്, നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ ഓർക്കണം കേട്ടോ. അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണേ. എങ്ങനെയുള്ള സ്മരണ? ദിക്റൻ കസീറാ, ധാരാളമായി നിങ്ങൾ സ്മരിക്കണം. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ വാഴ്ത്തുകയും ചെയ്യണേ, അവനെ നിങ്ങൾ പ്രകീർത്തിക്കണം. ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണേ. ആലോചിച്ച്, രാവിലെ അങ്ങോട്ട് എണീക്കുമ്പോഴേ ഒരു മരണത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അക്കൗണ്ടിൽ പുണ്യം രേഖപ്പെട്ടു. ഒന്നാമത്തെ പുണ്യം കണ്ണിട് തുറന്ന ഉടനെ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയല്ലേ, അവിടെ എഴുതി മലക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് പുണ്യം തന്നെയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു മുഅ്മിനിന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ആഘോഷമാണ്. എന്ത്?
ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനെല്ലാം നന്മകളാണ് എൻ്റെ ജീവിതത്തിൽ, ദിക്റുകളാണ്, ദുആകളാണ്, നിസ്കാരമാണ്, നോമ്പാണ്, സ്വതക്കയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഒരാൾക്ക് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഫഹുവ യൗമു ഈദ്, അതവന്റെ ആഘോഷത്തിന്റെ ദിവസമാണ്, അവന്റെ ആനന്ദത്തിന്റെ ദിവസം. സന്തോഷിക്കാൻ വകുപ്പുണ്ട്, അത് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഇന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ദിക്റും ദുആകളൊക്കെ ചൊല്ലി 5 വക്തും എനിക്ക് ജമാഅത്ത് കിട്ടി, ഞാൻ നിസ്കരിച്ചു, എല്ലാ നന്മകളും ഞാൻ ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞാൽ ഫഹുവ യൗമു ഈദ്, അതവന്റെ ആഘോഷമാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളെ നമ്മൾ വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലൂടെ, റൂമിന്റെ 17-ാമത്തെ വചനത്തിലൂടെയുള്ള പഠിപ്പിക്കുന്നത് കാണാം, വസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അതുകൊണ്ട് നിങ്ങൾ സന്ധ്യാവേളയിലും പ്രഭാതത്തിന്റെ വേളയിലും പ്രദോഷത്തിന്റെ വേളയിലും നിങ്ങൾ അല്ലാഹുവിന് അവനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. രാവിലെയും വൈകുന്നേരങ്ങൾ അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തണം, ഹംദ് പറയണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. നോക്കിങ്ങള്, ഇത് കൂലിയാണ്. ഇങ്ങനെ ചെയ്താലുള്ള നേട്ടം എന്താ? ദിക്റുകളും ദുആകളും ജീവിതത്തിൽ നിലനിർത്തിയാലുള്ള നേട്ടം എന്താണ്? അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ അമില ഇബ്നു ആദമ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. ആലോചിക്കുക, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആദ് ഇബ്നു ജബൽ ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പ്രത്യേകത എന്നറിയോ? എന്റെ അടിമ ആദമിന്റെ സന്തതി, മാ അമില ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ, അവന് സ്വർഗത്ത് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന മറ്റൊരു അമലുമില്ല, അൻജാലഹു മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവന് നൽകുന്ന ഏറ്റവും വലിയ രക്ഷ നൽകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ മിൻ ദിക്രില്ലാഹ്, ദിക്റുള്ളയാണ്. ദിക്റുള്ള, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അപ്പെടുത്ത് ഫോണ് എടുക്കണ എടുപ്പ് കണ്ടാ തോന്നുന്നു OTP വന്നിക്കണെന്ന്, നിസ്കരിച്ച അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാനേ അത്ര ധൃതിയിലാണ് ഫോൺ എടുക്കുക. എന്നിട്ട് പിന്നെ അത് തോണ്ടി അയിമങ്ങനെ കൂടും. തസ്ബീഹില്ല, തഹ്ലീലില്ല, തഹ്മീദില്ല, തക്ബീറില്ല. സഹോദരങ്ങളെ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളെ പോലും മറന്നു പോകുന്നവരില്ലേ, ചൊല്ലാതെ പോകുന്നവരില്ലേ? സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ തന്നെ നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഒന്നിരുന്നാൽ നമുക്കുള്ള കൂലി എത്രയാണ്? സൂര്യൻ ഉദിക്കുന്നത് വരെ, ആ ഉദിപ്പ് കഴിഞ്ഞ് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന പുണ്യം എത്രയാണ്? എത്ര കൂലി! അത് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴാണ് ഒരു സുഖമുണ്ട് മനസ്സിന്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉരുവിടണം. തഖബ്ബലല്ലാഹ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തുക. എന്താ അതുകൊണ്ടുള്ള നേട്ടം? ഒന്ന്, നരകത്തുനിന്ന് രക്ഷ കിട്ടും. ഇഹലോകത്തെ സ്വസ്ഥത മാത്രമല്ല, പരലോകത്തും സ്വസ്ഥന, സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാചകമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി. മസലുല്ലദീ യദ്കുറു റബ്ബഹു, ദിക്ർ ചെയ്യുന്നവന്റെ ഉപമ, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, ദിക്ർ ചെയ്യാത്തവന്റെ ഉപമ. അല്ലാഹുവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉദാഹരണം മസലുൽ ഹയ്യി വൽ മയ്യിതി. മസലുൽ ഹയ്യി, ദിക്ർ ചൊല്ലുന്നവൻ എന്നൊരു ഹയാത്ത് ഓൻക്കുണ്ടാവും.
ഒരു ഉന്മേഷം, ഒരു ആവേശം, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ സന്തോഷവും ഉള്ളിൽ ഒതുക്കിയിട്ടുള്ളൊരു ജീവിത ശൈലി, മനസ്സെപ്പോഴും ഒരു ഹയാത്ത് നമുക്കുണ്ടാവും. എന്തുണ്ടെങ്കിൽ ദിക്റുള്ള ജീവിതത്തിലുണ്ടെങ്കിൽ. അതില്ലെങ്കിലോ, ദിക്റുള്ള ഇല്ലെങ്കിലോ വൽ മയ്യിത്തി, അവന്റെ ഹൃദയം ചത്തുപോയ പോലെയാണ്, മരവിച്ച് കിടക്കുന്ന പോലെയാണ്. കൽബിങ്ങനെ മരവിച്ച് പോയ സാഹചര്യമാണ്. ദിക്റിന്റെ തെളിനീര് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒറ്റണം. ദുആഇന്റെ തെളിനീരുകൾ നമ്മുടെ കൽബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ ജീവിതത്തിൽ ഒരു ഹയാത്ത് ഉണ്ടാവും. ഖുർആൻ പാരായണത്തിന്റെ ആ ഖുർആൻ ഓത്തിന്റെ കൂലി നമ്മുടെ കൽബിൽ ഇങ്ങനെ നിറച്ചു വെക്കണം, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. ഏതുപോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോയി ഒരു 10 ദിവസത്തെ ടൂറിന് വേണ്ടി പോയതാ. തിരിച്ചു വന്നപ്പോൾ നല്ലൊരു വിലപിടിപ്പുള്ളൊരു ചെടി വാങ്ങി വെച്ചിന് വീട്ടിൻ്റെ മുറ്റത്ത്. അതിങ്ങനെ ഉണങ്ങി, വെള്ളമൊന്നും കിട്ടാതെ ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ വാപ്പ പറഞ്ഞ മോളോട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തൊക്കെ ചിലപ്പോൾ മെച്ചപ്പെട്ട് വന്നാലോ. മോള് രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ചു, 2ാമത്തെ ദിവസം വെള്ളം ഒഴിച്ചു, 3ാമത്തെ ദിവസം മോള് പറഞ്ഞു അപ്പാ പോയിട്ടില്ല, ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലേ? അപ്പുണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടി സുഖം നമ്മുടെ മനസ്സിന് ലഭിക്കുന്നു. പാറ പോലെ ഉറച്ചുപോയ കൽബിലേക്ക് ഖുർആൻ പാരായണത്തിന്റെ തെളിനീരുകൾ ഇറങ്ങുമ്പോ, ദിക്റുകളുടെ തെളിനീരുകൾ നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ, നമ്മുടെ മനസ്സിന് കുളിരി ലഭിക്കുന്ന രൂപത്തിലുള്ള അദ്കാറുകളെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുമ്പോ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സുഖവും സന്തോഷവും അത് വേറെയാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. വദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലേ? പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഓട്ടോഗ്രാഫ് ചെയ്തുപോലെ കുട്ടികൾ, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പടച്ചോ മതിച്ചത് ആ ഓട്ടോഗ്രാഫ് അല്ല. അള്ളാഹു ഇവിടെ പറഞ്ഞ ഓട്ടോഗ്രാഫ് എന്താ അറിയോ? വദ്കുറൂനി അദ്കുറുക്കും, നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെ ഓർക്കും. വഷ്കുറൂലി, നീ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, എന്നോട് നീ നന്ദികേട് കാണിക്കരുത് കേട്ടോ. അല്ലേ ചോക്കി? നന്ദികേടില്ലാത്തൊരു ജീവിതം ദിക്റുകൾ ചൊല്ലുന്നിടത്തോളം അള്ളാന്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ നടന്നെടുത്താൽ അള്ളാഹു നിന്നിലേക്ക് ഓടിയെടുക്കും. ഒരു തമാശ പ്രയോഗമല്ല, ഒരു അലങ്കാര പ്രയോഗമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ അള്ളാന്റെ സഹായം അവന് കിട്ടും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അതേതാ? അള്ളാന്റെ ദീനിനു വേണ്ടി സഹായിക്കുക, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക, ദിക്റും ദുആയും പ്രാർത്ഥനയും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, ദഅവാ പ്രവർത്തനത്തിലൊക്കെ സജീവമായ പങ്കാളിത്തം ഉണ്ടാവുക. അപ്പൊ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഭാരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. അന്നാണ് നമ്മുടെ നാട്ടിലൊരു ദഅവാ പ്രവർത്തനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്താ ചെയ്യുക? ഇറങ്ങിക്കോ, ദീനിന്റെ മാർഗത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കോ. വൈകുന്നേരം വരുമ്പോൾ അള്ളാഹു ഒരു പരിഹാരം തരും. അള്ളാഹ് കണ്ടെത്തി തരും. പടച്ച റബ്ബ് നമുക്ക് വാഗ്ദാനം നൽകുന്നതാണ്. പടച്ച റബ്ബ് നമുക്ക് വഴി കണ്ടെത്തി തരും. എത്ര തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ പ്രശ്നം അള്ളാഹു ഉദ്ദേശിച്ചാലേ തീരുള്ളൂ. ഭൂമി ലോകത്തുള്ള മുഴുവൻ ശക്തികൾ വിചാരിച്ചാൽ നമ്മളെ പ്രശ്നം തീരൂല. അതുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തി അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങലാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ട് ദിക്റുകളും ദുആകളുമാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഏറ്റവും നല്ല വഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹദീസ് കാണാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, യഖൂലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന മഅബ്ദി മാ ദക്കറനി വതഹറകതനി ശഫതാഹു. എന്താ പ്രയോഗം എന്നറിയോ?
എന്നെ സ്മരിക്കാൻ വേണ്ടി എന്റെ അടിമ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞാൻ അവന്റെ കൂടെയുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും നമുക്കത് വിജയം. ഞാൻ പറഞ്ഞല്ലോ, നരകത്തിൽ നിന്ന് രക്ഷയാണ്, ഖബറിൽ നമുക്കൊരു സ്വസ്ഥതയാണ്, അമലുകൾ കൂടുതൽ കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുകയാണ്, ഒക്കെ കൂലിയാണ്. ഇതൊക്കെ കൂലിയാണ്. പടച്ചറബ് നമുക്ക് കൂടുതൽ പുണ്യം സഹോദരങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ അല്ലാഹു വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറഞ്ഞു, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ധാരാളം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആണായാലും പെണ്ണായാലും അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്നവർക്കുള്ള പ്രത്യേകത എന്താ? നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ അവർക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. എന്തുകൊണ്ട്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അല്ലാഹു മഗ്ഫിറത്ത് അവർക്ക് കൊടുക്കുന്നു. ചെയ്തു പോയ തെറ്റിങ്ങനെ മനസ്സിൽ നേരത്തെ പറഞ്ഞല്ലോ, കടന്നിങ്ങനെ ഉരുളും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗല് ഹദീസിന് അദ്ദേഹം ഹാക്കഫി സുദരിക്ക എന്നുള്ള ഭാഗത്തെ വിശദീകരിച്ച സംഭവം പറഞ്ഞല്ലോ. മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആ പാപങ്ങളില്ലേ, ആ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യമാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, അതിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞു പോരുന്നുണ്ട്. നിസ്കരിക്കുന്ന ആണായാലും പെണ്ണായാലും, സ്വതക്ക ചെയ്യുന്ന ആണായാലും പെണ്ണായാലും, ക്ഷമിക്കുന്ന ആണായാലും പെണ്ണായാലും, ആ കൂട്ടത്തിലുള്ള പറഞ്ഞതാണ് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. മനസ്സ് ദീനുമായി ഇങ്ങനെ ബന്ധപ്പെടുത്തുക. ഹൻദല റളിയല്ലാഹു അൻഹു ഓടി വരിക. ഹൻദല പറയുന്നുണ്ട്, നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായിരിക്കുന്നു, ഹൻദല മുനാഫിക്കായിരിക്കുന്നു, നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായിരിക്കുന്നു. ഇത് പറഞ്ഞിങ്ങനെ വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടുത്തു നിർത്തി. ഹൻദല, എന്താ ഈ പറയണേ? ഈ മുനാഫിക്കായി നീ എന്നെ പറയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഹൻദല റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറെ, എൻ്റെ കൽബിൽ ഒരു ചിന്ത വന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ, ദീന് കേൾക്കുമ്പോ, പള്ളിയിൽ ഇരിക്കുമ്പോ എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു ഈമാൻ ഉള്ളതുപോലെ തോന്നും. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങി, എൻ്റെ കച്ചവടത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈമാൻ ഇങ്ങനെ കുറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ കൽബിൽ നിഫാഖുണ്ടോ എന്ന് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി കുടുങ്ങുന്നു. എനിക്കുണ്ടോ? എല്ലാവർക്കും തോന്നുമല്ലോ. നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലെത്തി ചോദിക്കുന്നു, നബിയേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ എന്ന് പറഞ്ഞാൽ കൂടുകയും കുറയുകയും ചെയ്യുക സ്വാഭാവികമാണ്. അവിടെ പരിഹാരം എന്താ? പരിഹാരം ഇതാണ്, ദീനനുസരിച്ച് ജീവിക്കാനും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുക. മനസ്സിന് സ്വസ്ഥത കിട്ടും. മരണത്തെക്കുറിച്ച് ഓർക്കുക. അതേപോലെ തന്നെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ലിസാനൻ ദാകിറാ, ദിക്ർ ചൊല്ലുന്ന നാവുകൾ ഉണ്ടാവണം. വഖൽബുൻ ഷാകിറാ, ശുക്ർ ചെയ്യുന്ന മനസ്സും ഉണ്ടാവണം. ഇതൊക്കെ മനസ്സ് നന്നാവാനുള്ള പരിഹാരത്തിന്റെ വഴിയാണ്. സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ്. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിൽ നന്ദികേടും വേണ്ടാത്തരങ്ങളും കുമിഞ്ഞു കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര കൊതറി മാറിയാലും ശൈത്താൻ നമ്മളെ പിന്നയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നയിലേക്ക് കൊണ്ടുപോകും. എന്താ സംഭവം? സാമ്പത്തികമായൊരു ഞെരുക്കം വന്നപ്പോഴേക്ക് ഇബിലീസ് നമ്മളെ കൽബിക്കണ് തോന്നിച്ചേരാണെന്ത്? ലോൺ എടുത്തോ, പലിശക്ക് പൈസ എടുത്തോ, ശൈത്താൻ നമുക്കിട്ട് തോന്നിച്ചേരും. അപ്പൊ എത്ര ഈമാൻ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്ന ആളാണെങ്കിലും ശരി, ദീന് ഹൃദയത്തിൽ മുറുകെ പിടിച്ച ആളാണെങ്കിലും ശരി, അപ്പത്തെ പ്രശ്നം ഒന്നും തീർന്നിട്ടാണ് നമുക്ക്, അല്ലേ? ഒന്ന് ക്ഷമിക്കാൻ നമ്മൾ ഒരുക്കമല്ല, സഹിക്കാൻ നമ്മൾ ഒരുക്കമല്ല. പാപത്തിന്റെ കറകൾ വീണ്ടും വീണ്ടും നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. എന്റെ കാരണം എന്താ? ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശൈത്താൻ നമ്മുടെ കൽബിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി പരിശ്രമിക്കും, നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കും.
ആളുകൾ അങ്ങനെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില. ക്ഷണികമായ ജീവിതത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. താൽക്കാലികമായ ആ പ്രശ്നം തീർന്നു കിട്ടാനേ മനുഷ്യൻ നോക്കുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് അവൻ ഓടുന്നത്. ദുനിയാവിലെ 60 70 കൊല്ലക്കാലം ജീവിച്ചു തീർക്കാനുള്ള ആ ജീവിതം ഒന്ന് തൃപ്തികരമാക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വയദറൂന വറാഅഹും യൗമൻ സഖീലാ. അവന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ അവൻ മറന്നു കളയുകയും ചെയ്യുന്നു. ആഖിറത്തിനെ മറക്കുക, ഖബറിനെ മറക്കുക. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെട്ടു. 6 അടി മണ്ണാകുന്ന ഖബറിനെ മനുഷ്യൻ മറന്നു കളയുകയും ചെയ്യുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം. മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ ദീനുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഉടനെ അല്ലേ. തൽക്കാലം മോളാണ് കെട്ടിച്ചയച്ചാൽ മതി. തൽക്കാലം എൻ്റെ കുട്ടിൻ്റെ പഠനം ഒന്ന് പൂർത്തിയാക്കണം. അതിന് എന്തെങ്കിലുമൊക്കെ ഹറാമോ ഹലാലോ ഒന്നും നോക്കാതെ ഉണ്ടാക്കുക. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. എത്ര പട്ടിണി കിടന്നിട്ടും സ്വഹാബാക്കളുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഹറാമിലേക്ക് അവരുടെ കൈ അവർ തൊട്ടിട്ടില്ല. ഒരു ഹറാം അവർ ചെയ്തിട്ടില്ല. സ്വഹാബി വീട്ടിൽ 3 ദിവസത്തിലേറെയായി പട്ടിണി കിടന്ന് കരയുന്ന മക്കളെ കണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു സ്വഹാബി, ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയുമ്പോൾ വാതിൽ പൊളിയുടെ പിന്നാമ്പുറത്ത് നിന്ന് ഭാര്യ വിളിച്ചു പറയാ, അതാ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോഴേ ഹറാമായതൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊണ്ടുവരുന്നിട്ടു, ദയവ് ചെയ്തിട്ട്. ഈ മക്കളെ ഓർത്ത് എനിക്കും നിങ്ങൾക്കും മക്കൾക്കും ഒരു ദിവസം കൂടി പട്ടിണി കിടക്കാനുള്ള കരുത്ത് നമ്മുടെ തടിക്കുണ്ട്. ഹറാമായ വല്ലതും ഈ മക്കളെ ഓർത്തുകൊണ്ട് നിങ്ങൾ വല്ല ഹറാമും സമ്പാദിച്ച് വീട്ടിലേക്ക് വരരുതേ. ആളിക്കത്തുന്ന നരകത്തിൽ കിടന്നെരിയാനുള്ള കരുത്ത് നമുക്കില്ല എന്ന് ഭർത്താവിനെ നരകത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ദീനിനെ കൽബിൽ ഉറപ്പിക്കുന്ന സ്വഹാബികളുടെ ചരിത്രമാണ് നമുക്ക് പാഠം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ സ്വസ്ഥതയില്ലെങ്കിലും, ഇവിടെ നമ്മൾ ചെറിയ ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ചാലും സ്വർഗത്തിൽ സമാധാനത്തോടെ പ്രവേശിക്കാൻ കഴിയണം. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്. ഇവിടെ തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചോ, ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്ന പ്രശ്നമില്ല. അവിടെ യഥാ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ മനക്ലേശങ്ങൾക്കും പകരം, ദീനിനെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പകരം അതാ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ശാശ്വതമായ പരിഹാരം നമുക്ക് പരലോകത്ത് തന്നു. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, നമ്മുടെ ജീവിതത്തിന്റെ ഞെരുക്കൊന്ന് മാറിക്കിട്ടാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആഖിറത്തിലെത്തി അത് ക്ഷമിച്ചതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് വമ്പിച്ച പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ ആലോചിക്കുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ മറപ്പിച്ചു കളയാതിരിക്കട്ടെ. അല്ലേ? മക്കളെ ഓർത്തിട്ടാണ് നമ്മൾ ഹറാമ് വാങ്ങണത്. മക്കളെ ഓർത്തിട്ടാണ് നമ്മൾ ദുനിയാവിൽ പലതിനെയും, പല പുണ്യങ്ങളെയും, പല നന്മകളെയും നമ്മൾ ഒഴിവാക്കണത്. അതുകൊണ്ട് ഗൗരവമായി ആലോചിക്കുക. നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ ഞെരുക്കങ്ങൾ അനുഭവിച്ചാലും സഹോദരങ്ങളെ, ആഖിറത്തിൽ ഞാൻ ഞെരുക്കം അനുഭവിച്ചുകൂടാ എന്നിടത്തേക്ക് നമ്മുടെ കൽബ് വരണം. നമ്മുടെ കൽബ് ചിന്തിക്കാൻ, ആലോചിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങൾ ഒന്നുകൂടി ഓർക്കണം. നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രശ്നം, മനസ്സിൻ്റെ ഞെരുക്കം മാറിക്കിട്ടാനുള്ള പരിഹാരം. 2, നന്മകൾ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക.
നാലാമത്തത് തഖ്വ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അദ്കാറുകൾ ജീവിതത്തിൽ നിലനിർത്തുക, ദിക്റുകളും ദുആകളും ജീവിതത്തിൽ നിലനിർത്തുക. അതിനൊരു സുഖം, ഒരു സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൂടെ. വേറൊരു പരിഹാരം നമ്മുടെ മുന്നിലില്ല, വേറൊരു പരിഹാരമില്ല. മനസ്സിലായോ? ഒരു പരിഹാരമില്ല. ജീവിതത്തിൻ്റെ ഭാരം എന്താണ് ഇങ്ങനെ മനസ്സിനൊരു ദുഃഖമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം ഒന്ന് പുറകോട്ട് കൊണ്ടുപോയാൽ മതി. എവിടെയോ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും അല്ലേ? ഇബാദത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവിടെ എത്തിപ്പെടണില്ല. സുബൈക്ക് പള്ളിക്കൊക്കെ എത്തണമെന്നുണ്ട്, അവിടെ എത്തണില്ല. എന്തേ കാരണം? നമ്മളൊന്നും റിവേഴ്സ് ഗിയറിലിട. നമ്മളെ ജീവിതം എവിടെയോ ഒരു തകരാറ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ പരിഹാരം കണ്ടെത്താൻ പറ്റും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത് തൗബയിലൂടെയാണ്. തൗബ ജീവിതത്തിൽ ഉണ്ടാവുക. തുബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. എപ്പോഴും ഇസ്തിഗ്ഫാർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ പുണ്യം കൂടി കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഇസ്തിഗ്ഫാർ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവും, ഒരു സമാധാനം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാം അല്ലേ? വാഹനം ഓടിച്ചങ്ങനെ പോകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാം. വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുമ്പോ, ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാം. മറൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങ് അടുക്കളയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണ എത്രമാരുണ്ടാവും? അടുക്കളയ്ക്കണ്ട് കാല് വെക്കുമ്പോൾ, പടച്ചോനെ ഇന്ന് എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക്, ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, വാപ്പാക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് കയറുക. അള്ളാഹുവേ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ പടച്ചോനെ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നീ ബർക്കത്ത് തരണേ അല്ലാ, ഞാൻ ഉണ്ടാക്കണ എനിക്ക് കൂലി തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? അതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാർ കൂടി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ വീട് തന്നെ ഒരു വെളിച്ചമായി, മനസ്സിന് വല്ലാത്തൊരു വിശാലതയായി, വല്ലാത്തൊരു സ്വസ്ഥതയായി. അല്ലെ ചോക്കി പിറുപിറുക്കലാണ്. അങ്ങ് അടുക്കളയിൽ കണ്ട് ഇറങ്ങിയ കിറു 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 കണ്ടൊരൊച്ച അങ്ങനെ കേൾക്കാം അല്ലേ? അതാണ് മാറണമെന്ന്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കൂലി ഹൃദയത്തിൽ പ്രതീക്ഷിച്ചോളി, കൂലി പ്രതീക്ഷ ഇറങ്ങിക്കോളി. ആ പിറുപിറുക്കലവിടെ നിൽക്കും. മനസ്സിലായോ? തമാശക്ക് പറഞ്ഞല്ല, ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ഓഫീസിലേക്ക് പോകുന്നു, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നു, സമാധാനത്തോടെ ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ ഒന്ന് വിളിച്ചിട്ട് പറയാണ്, പിന്നെ കുട്ടിക്ക് സുഖമല്ല, ആസ്പത്രിക്കൊന്ന് പോകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭർത്താവ് തുടങ്ങുന്നത് എപ്പോഴും ആസ്പത്രി കിട്ടണ കാര്യം ഈ ആസ്പത്രി കൊണ്ടുപോയി കൊടുത്തു എന്നൊരു വാക്ക്. അത് മതി, ആ ചെയ്ത കൂലി മൊത്തം പോവും. മനസ്സിലായോ? അവിടെ ബർക്കത്തുണ്ടാവുക. എവിടുന്ന് നമുക്ക് ബർക്കത്തുണ്ടാവുക? ആ കൂലിയാണ് പോയി കിട്ടും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന സ്വതക്കകളിലെ ഏറ്റവും വലിയ സ്വതക്ക എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്താണ്. അവിടെയും പിറുപിറുക്കൽ ഉണ്ടാകാൻ പാടില്ല അല്ലേ? ടെൻഷനായിട്ട് പെരുന്നിറങ്ങുമ്പോൾ ഭാര്യ പറയണം, കുറച്ച് ഉള്ളിയും തക്കാളിയും കൊണ്ടുപോകേണ്ടത്. അന്നത്തെ ഉള്ളിയും തക്കാളി തീരുമാന പേരയിൽ നമ്മളെ ടെൻഷൻ കൂടിയിട്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നം അപ്പണ് പറഞ്ഞു തീർക്കും അല്ലേ? ഒന്ന് ക്ഷമിക്കാനോ സഹിക്കാനോ അല്ല, ആ കൂലിയാണ് പോയി കിട്ടും. എവിടുന്നാ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? എവിടുന്നാ കിട്ടുക? അപ്പൊ സ്വസ്ഥത വേണം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലും ഒരു സ്വസ്ഥതയും ഒരു സമാധാനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും അല്ലേ? മക്കളെ തലയിൽ കൈവച്ച് ദുആ ചെയ്യുന്ന വാപ്പ, മക്കളെ തലയിൽ കൈവച്ച് ദുആ ചെയ്യുന്ന ഉമ്മ അല്ലേ? ഐനിൽ നിന്ന്, അതേപോലെ തന്നെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ, ശൈത്വാനിൻ്റെ ഷെറുകളിൽ നിന്നൊക്കെ മക്കൾക്ക് രക്ഷ നൽകണം പടച്ചോനെ എന്ന് രാവിലെ സ്കൂളിലേക്ക് കുട്ടീനെ പറഞ്ഞേക്കുന്ന ഒരു രംഗമുണ്ട് നമ്മളെ പേരിൽ. ബദറും മുഹദും ഹന്തക്കും ഹൈബറും ഹുനൈനും ഒക്കെ ഒരുമിച്ച് നടക്കുക. സുബ്ഹാനല്ലാഹ്. ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ കുട്ടി ഫുള്ള് ടെൻഷനിലാ പോണ്, ഫുള്ള് ടെൻഷനില്ല. 10 വയസ്സ് 11 വയസ്സ് പ്രായം LKG യിലും UKG യിലും പഠിക്കണ കുട്ടിയാ.
ഓനമ്മ പറഞ്ഞേക്കണത് ആലോചിച്ചോക്കി. എന്ത് സമാധാനത്തിലാണ് പോണ്? മനസ്സെപ്പോഴും ഒരു പ്രശ്ന കുട്ടിക്ക്. കുട്ടി ഇങ്ങനെ ഇരിക്കുക. എന്താ? ഓന്റെ മനസ്സ് നന്നാവണില്ല. എന്തേ കാരണം? ഉമ്മ കൊടുക്കേണ്ട സ്നേഹം കുട്ടിക്ക് കൊടുക്കണില്ല. വാപ്പ കൊടുക്കേണ്ട സ്നേഹം കുട്ടിക്ക് കൊടുക്കണില്ല. രാവിലെ 8 മണിക്ക് ബസ് വരും. 8 മണിക്ക് ബസ് വരണം. ആ 8 മണിക്ക് കുട്ടി വണ്ടി കയറിയിരിക്കണം. ഇതാണുള്ള റൂൾസ്. ആ 8 മണിക്ക് കയറണമെങ്കിൽ കുട്ടീനെ നേരത്തെ വിളിക്കണം. നമ്മൾ വിളിക്കുക 7:30 മണിക്കാണ്. എന്നിട്ട് ഉമ്മ പോയി ഒരു ഭദ്രകാളിന്റെ ലുക്കിലാ പോവാ. പോയിട്ടൊരൊറ്റ വിളി, എട്ടാ നീക്കട അവിടെ നിന്നിട്ട് ഒരു വെപ്രാളോ ഒരു വിളി. കുട്ടി ഇങ്ങനെ അന്താളിച്ച് നോക്കണത് ഈ ഉമ്മാനെ. അത്രയും കാലമില്ലാത്തൊരുമ്മ LKG ചേർത്ത 1-ാം തീയതി മുതൽ ഉമ്മാനെ കാണുന്നത് ഈ കോലത്തിലാണ്. ആ കുട്ടിക്ക് എവിടുന്ന സമാധാനം കിട്ടുക? ആ കുട്ടിക്ക് എവിടുന്ന സ്വസ്ഥത കിട്ടുക? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ആലോചിച്ച് നോക്കി. ആ ഒരു മാനസികാവസ്ഥയോടുകൂടി കുട്ടി പോണേ. പിന്നെ കുട്ടിൻ്റെ ഉമ്മ 11ാം ക്ലാസ് +1 എത്തുമ്പോഴും കുട്ടിൻ്റെ മൈൻഡിൽ ഒരു ഉമ്മ ഉണ്ട്. അത് ഈ ഉമ്മയാണ്. ചിന്തിക്കണ്ടേ? ആ കുട്ടിൻ്റെ മൈൻഡ് സെറ്റിലുള്ള ഉമ്മ അതാണ്. ഇന്നും രാവിലെ കണ്ട് ശീലിച്ചൊരുമ്മ. സഹോദരങ്ങളെ, മാറണം. വൈകുന്നേരം വീട്ടിലേക്ക് കുട്ടി കയറി വരുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ എന്താ? എനിക്കിന്ന് സ്കൂളിൽ സംഭവിച്ചതൊക്കെ ഉമ്മാനോട് പറയണം. ഉപ്പാനോട് പറയണമെന്ന് ചിന്തിക്കൂല. വാപ്പാക്ക് പെരയിലെക്കാൻ നേരമല്ലല്ലോ. മക്കൾക്കും വേണ്ടിയുള്ള പാച്ചില്ല. ഉമ്മാനോട് പറയണം. ആ പ്രശ്നങ്ങളൊക്കെ ഉമ്മാന്റെ മുന്നിൽ ഇറക്കി വെക്കണം. നിങ്ങളുണ്ടല്ലേ കുട്ടികൾ നമ്മൾ കുട്ടീനോട് സംസാരിക്കുമ്പോൾ കുട്ടി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുട്ടി നമ്മൾ ഇത് പിടിച്ചു ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട്. അതെന്തിനാ? കുട്ടീനെ നമ്മൾ നോക്കേണ്ടത് കണ്ണുകൊണ്ടാണ്. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കണത് എൻ്റെ വാപ്പ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കേൾക്കണം എന്നുള്ളതാണ്. എൻ്റെ ഉമ്മൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കേൾക്കണം എന്നുള്ളതാണ്. ആ കേൾവിക്ക് വേണ്ടി നമ്മുടെ മുഖം പിടിച്ച് തിരിക്കും അല്ലേ? അത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു കുട്ടി എന്ത് ചെയ്യുക? സ്കൂളിൽ നിന്ന് വരിക. കയറിന് വരുമ്പോൾ തന്നെ ഞാൻ തുണികളുടെ കഴിച്ചാൽ അവിടെ നിൽക്കാൻ നേരമില്ല. ഫുള്ള് പഴയ വരയിൽ. ഞാൻ പറഞ്ഞ ഒരു 1/2 മണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് ആ കുട്ടിക്ക് വേണ്ടി ഒന്ന്, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടിൻ്റെ പ്രശ്നം കുട്ടി പറയില്ല. സ്കൂളിൽ നടക്കുന്ന ഒരു സംഭവം 3-4 ദിവസം ഈ ഒരു പ്രശ്നം ഇങ്ങനെ തുടർന്നാൽ പിന്നെ കുട്ടിൻ്റെ മൈൻഡിൽ ഒരു സംഭവം കയറ്റൊക്കെ തരോ ആ തള്ളനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചിന്തയിലേക്ക് കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഇത് പറയാൻ പറ്റൂല. കുട്ടി ഒന്നും ഞെരുക്കത്തിലായിരിക്കും. ഇപ്പൊ നമ്മൾ പറയാ കുട്ടിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ, കുട്ടി എപ്പോഴും ഇങ്ങനെ മൂലക്കരിക്കുക, കുട്ടി എപ്പോഴും ഇങ്ങനെ. നമ്മളെ പ്രശ്നമാണ്, നമ്മൾ തീർത്തു കൊടുക്കേണ്ട പ്രശ്നമാണ്. കുടുംബപരമായി നമുക്ക് അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിടത്തുനിന്ന് നമ്മൾ വഴിതെറ്റിയപ്പോ, ഉമ്മ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരുന്നപ്പോ, വാപ്പ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരിക്കുമ്പോ മക്കൾ സ്വാഭാവികമായും വഴിമാറി സഞ്ചരിക്കും. അപ്പൊ കുടുംബത്തിൽ സമാധാനക്കുറവ് വന്നു തുടങ്ങും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ കൊടുക്കേണ്ടതും കൃത്യമായി നൽകി കൃത്യമായി കൊടുത്തു മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇങ്ങനെ എല്ലാ മേഖലയിലും സഹോദരങ്ങളെ ഇസ്ലാം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. എവിടെയും സമാധാനത്തിൻ്റെ ഒരു വഴി എന്നുള്ളത് ഇസ്ലാം നൽകുന്ന വെളിച്ചത്തിലേക്ക് നമ്മൾ വഴിതിരിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ചിന്താഗതി ഇപ്പൊ പറഞ്ഞ ദീനും അതേപോലെ തന്നെ ഇബാദത്തുകളും നമ്മുടെ ജീവിതത്തിൽ തൗബയും അദ്കാറുകളും ഒക്കെ നിലനിർത്തി നല്ലൊരു സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ഭാര്യയുടെ ഏറ്റവും നല്ല റോള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലുള്ളൊരു ഭാര്യ ജീവിതത്തിലുണ്ടെങ്കിൽ ഭർത്താവിനത് സമാധാനം. ഭർത്താവ് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ദീന് പഠിപ്പിച്ചതുപോലുള്ള ഒരു ഭർത്താവായി നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ആ ഭാര്യയ്ക്കൊരു സമാധാനം. ഇതൊക്കെ തന്നെയാണ് സമാധാനത്തിന്റെ വഴി. ദീന് മുറുകെ പിടിച്ച് ജീവിക്കലാണ് സമാധാനം കണ്ടെത്താനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനം. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ: പുണ്യങ്ങൾ അധികരിപ്പിക്കുക, അധികാരങ്ങൾ വർദ്ധിപ്പിക്കുക, നന്മകൾ ധാരാളം ചെയ്യുക, തിന്മകളിൽ നിന്ന് പാടെ വിട്ടുനിൽക്കുക, സമാധാനം കണ്ടെത്താനുള്ള വഴികൾ, അള്ള പറഞ്ഞ വഴികൾ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ മരിക്കുമെന്നൊരു ഓർമ്മ നമ്മുടെ കൽവിൽ എപ്പോഴും ഉണ്ടാവണം. മരിക്കുമെന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി അള്ളാഹു മരിപ്പിക്കുമാറാവട്ടെ. മരണം സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെടുന്നനെ കടന്നു വരുന്നൊരു അതിഥിയാണ്. ആലോചിച്ച് നമ്മളെ കണ്ണൂരിലെ മുഹമ്മദ് കുഞ്ഞിക്ക മരണപ്പെട്ട ആ ഒരു സംഭവം
സത്യത്തിൽ പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോയതാണ്. വീട്ടിലേക്ക് എത്താൻ 2 കിലോമീറ്ററാണ് ബാക്കി. 2 കിലോമീറ്ററാണ് ബാക്കി. യോഗം കഴിഞ്ഞ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആ സദസ്സിനെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പോകുമ്പോൾ കള്ളു കുടിച്ച് വാഹനം ഓടിച്ചു വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ വണ്ടി തട്ടി മരിക്കണം. അദ്ദേഹം ഭൂമിയോട് വിട പറയണം. പറയണം ആ വാഹനത്തിൽ പോകുമെന്ന് വീട്ടിലേക്ക് പോകണം, നാളെ എന്തൊക്കെ നടത്തണം, അടുത്ത വരാനിരിക്കുന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് എങ്ങനെയൊക്കെ നടത്തണം, നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്ര ആളുകളെ കൊണ്ടുപോകണം എന്നുള്ളൊക്കെ പക്വമായ പ്ലാനോട് കൂടിയാണ് അദ്ദേഹം പോയത്. പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂലിയൊക്കെ വാങ്ങി അദ്ദേഹത്തിൻ്റെ പ്രതിഫലമൊക്കെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അല്ലാഹു രേഖപ്പെടുത്തി. ആലോചിച്ച് നോക്കി, അന്നത്തെ ആ മീറ്റിങ്ങിൽ എല്ലാം അദ്ദേഹം ചെയ്തു വെച്ചിട്ടാണ് പോണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടത്ത് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. 2 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ആ മയ്യത്താണ്. ഇന്ന് നമ്മളിൽ എത്ര ആളുകൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട്? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അതുപോലെ നാളെ നിങ്ങൾ എവിടെ വെച്ച് മരിക്കുമെന്ന്, ഏത് രൂപത്തിലാണ് നിങ്ങളുടെ റൂഹിനെ അല്ലാഹ് പിടികൂടുക എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങളും പേറി ഈ ഭൂമിയിൽ ഇങ്ങനെ തള്ളി നീക്കുന്നതിനിടയിൽ പെടുന്നനെ മലക്കുൽ മൗത്തിന്റെ വരവുണ്ട്. സഹോദരങ്ങളെ, ആ മലക്കുൽ മൗത്ത് പിടിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇദാ അറാദല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, ഖബ്ള റൂഹി അബ്ദിൻ ബി അർളിൻ, ഒരു മനുഷ്യനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടികൂടണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ജഅല ലഹു ഫീഹാ ഹാജ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ മനുഷ്യനെ റബ്ബങ്ങോട്ട് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് റബ്ബങ്ങോട്ട് എത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമെന്ന ഓർമ്മ നമുക്ക് വേണം. മരിക്കുമെന്ന ഓർമ്മ നമുക്ക് വേണം. പണ്ഡിതന്മാർ പഠിപ്പിച്ചല്ലോ, സ്വഹാബത്ത് പറഞ്ഞല്ലോ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് നിങ്ങളുടെ കാലിനോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയടുത്ത് നിങ്ങളുടെ മരണം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഇസ്ലാമിക ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ചെരുപ്പിന്റെ വാറ് കാലിനോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയടുത്ത് മരണമുണ്ട്. അതുകൊണ്ട് ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ അവർ ഓടിയകലുന്നത്, ആ മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം നബിയെ. ആ മലക്കുൽ മൗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. സുമ്മ ഖളാ അജലൻ, അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജലിൽ നിന്ന് കുതറി മാറാൻ ഭൂമി ലോകത്ത് എത്ര സ്വേച്ഛാധിപതികളാണെങ്കിലും ശരി, ആർക്കും സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മലക്കുൽ മൗത്തിന്റെ മുന്നിൽ വിനയാന്വിതരായി മരണത്തിന് കീഴൊതുങ്ങുക തന്നെ വേണം. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞ മാസത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയായ ദിവസങ്ങളിലെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ മരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കിയാകേണ്ടതായിരുന്നു. ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അള്ളാന്റെ റസൂൽ ഇവിടെ ബാക്കിയാകേണ്ടതായിരുന്നു. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസഖറാത്തിന്റെ വേദനകൾ കടിച്ചമർത്തി പിടിച്ചിട്ട്, ഇന്നലിൽ മൗതി ലസഖറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞ് ആകാശത്തേക്ക് കയ്യുയർത്തി പിടിച്ചിട്ട് ഇലർ റഫീഖിൽ അലാ, ഇലർ റഫീഖിൽ അലാ,
ഉന്നതനായ കൂട്ടുകാരനിലേക്കെന്ന് ആവർത്തിച്ചു പറഞ്ഞ് ഷഹാദത്ത് കലിമയുടെ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് വീണപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് പറഞ്ഞില്ലേ, നോക്കൂ നിങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബത്തെ, നമ്മുടെ റസൂല് വിട പറഞ്ഞു കേട്ടോ, നമ്മുടെ റസൂല് യാത്രയായി കേട്ടോ എന്ന് സ്വഹാബത്തിനോട് പറയുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പ്രിയമുള്ളവരെ, ആ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതുപോലെ മദീനയാകെ ശോകമൂകമായ ഒരന്തരീക്ഷമായി മദീന മാറിയെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സ്വഹാബത്ത് പരിചയപ്പെടുത്തുന്നത് കാണാം. ആ റസൂൽ വരെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മുത്തു നേതാവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും ഒരു മരണം വരാനുണ്ട്, നമ്മളെയും ഒരു മരണം കാത്തിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല, മരിക്കുമെന്നത് സത്യമാണ്. പക്ഷേ മരിക്കുന്ന നേരത്ത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. കാഫിറായി മരിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ജീവിതകാലത്ത് മുസ്ലിമായി മുഅ്മിനായി സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചു പോന്നു. മരണത്തിന്റെ തൊട്ടു മുമ്പായി ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടിയപ്പോ, ജീവിതത്തിലെ മനസ്സിന്റെ ക്ലേശങ്ങൾ അധികരിച്ചപ്പോ, ജീവിതത്തിലെ പ്രതിസന്ധികൾ കൂടിയപ്പോ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വഴിമാറി നരകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറുന്നവരുണ്ട്. അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാരെ വിവരിക്കുന്നത് കാണാം. ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു, പക്ഷേ മരണത്തിന് തൊട്ടു മുമ്പായി വഴിമാറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം, കൽബിനെ ദീനിൽ ഉറപ്പിച്ചു കിട്ടാൻ സദാസമയം നമ്മൾ ദുആ ചെയ്യണം, ഈമാനോട് കൂടി മരിക്കണം. വാപ്പ മരിച്ചു കിടക്കുമ്പോൾ വാപ്പാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന മക്കളുണ്ട്, അല്ലേ? പൊട്ടിക്കരയുന്ന ഭാര്യയുണ്ട്, പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരും കരയുന്നു, എല്ലാവരും വിതുമ്പുന്നു, എല്ലാവരും തേങ്ങുന്നു, നമ്മളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയുന്നു. അതൊന്നും ഇവിടെ വിഷയമല്ല. കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോ എന്തുണ്ട് നമുക്ക് പാഥേയമായി? നമ്മുടെ കരങ്ങളിൽ എന്ത് അമലാണുള്ളത്? ഈ ദുനിയാവിൽ എന്താണ്? ആഖിറത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ എന്താണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ നേടിയെടുത്തിട്ടുള്ളത്? ആ നാളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദുനിയാവിൽ സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും. സമാധാനത്തോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്രയാവാനും നമുക്ക് സാധിക്കും. ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളായി മാറണം. സ്വർഗം എന്ന ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി സഹോദരങ്ങളെ ജീവിതത്തിൽ പാടുപെടണം, പ്രയത്നിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ, തെറ്റുകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങൾ, വിജ്ഞാനത്തിൻ്റെ വേദികൾ എല്ലാ മാസങ്ങളിലും ഇവിടെ നടക്കുന്നു. നേരത്തെ ഇവിടുത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ. നമ്മൾ വരിക എന്നതിലപ്പുറം സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളെ ഒരാളെയെങ്കിലും ഞാൻ കൊണ്ടുവരുമെന്ന ഒരു നിയ്യത്ത്, ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് ആളുകളെ കൊണ്ടുവരണം. കൊണ്ടുവന്നുള്ള നേട്ടം എന്താ? ഖബറിൽ സമാധാനത്തോടെ കിടക്കാം. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഒരാൾ ഈ ക്ലാസ്സിന് വരുന്നതെങ്കിൽ ആ ക്ലാസ്സിന് വന്നിരുന്ന വ്യക്തി ആ ക്ലാസ്സിൽ വന്നിട്ടാണ് ദീന് കേട്ട് ഹക്ക് മനസ്സിലാക്കി അയാൾ ഒരു അമൽ ചെയ്യാൻ തുടങ്ങിയാൽ ആ അമലിന്റെ പ്രതിഫലം എൻ്റെ ഖബറിലേക്കും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ദീന് പഠിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ സജീവമാകണം നമ്മുടെ നാട്ടിൽ. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ നമ്മുടെ ദീനി പഠന സംരംഭമായ പീസ് റേഡിയോ സംവിധാനങ്ങൾ ഒക്കെ നമ്മുടെ വീട്ടിൽ ശബ്ദമായി മുഴങ്ങണം. സംഗീതത്തിൻ്റെ അകമ്പടികളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഈ ശബ്ദങ്ങൾ വീട്ടിൽ വരട്ടെ, വിജ്ഞാനത്തിൻ്റെ സ്വരങ്ങൾ വീടുകളിൽ ഉയരട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ മൊബൈലുകളിൽ അതാവണം, ആ ശബ്ദമാവണം വരേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് പുണ്യങ്ങൾ, സുഹൃതങ്ങൾ നേടിയെടുക്കാൻ നമുക്ക്
വഴി നമ്മുടെ മുന്നിൽ ഒന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഖൽബിനെ ദീനിലേക്ക് ബന്ധപ്പെടുത്തുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ഈമാൻ, അവരുടെ ഇഖ്ലാസോടുകൂടി അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു പരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനകളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിൻ്റെ വെളിച്ചം എല്ലാവരുടെ ഖൽബിലേക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിനെ വ്യക്തമായി സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനി ചിട്ടയോടുകൂടി ജീവിക്കുന്ന കുടുംബാന്തരീക്ഷം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വസ്ഥതയും സമാധാനവും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.